ഒരു കാപ്പി മേടിച്ച് തന്ന് ഇവരെന്റെ അടുത്ത് എന്തൊക്കെയോ പറയുകയാണ്. ഓ ഇതെന്നെ പെടുത്തിയതാ. ചെട്ടി 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 അല്ലേ? ചെട്ടി മേനക. ചെട്ടി മേനക ചെട്ടി മേനക തന്നെയല്ലേ പറയാ. ചെറുതിലേക്ക് ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ അച്ഛനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ അച്ഛന്റെ കൂടെ ഉറങ്ങിയിരുന്ന ആളാണ്. പക്ഷെ വളരെ പെട്ടെന്ന് എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഏത് പ്രായത്തിലായിരുന്നു? ഒരു ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത്. അച്ഛൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര വ്യക്തമായിട്ട് എല്ലാത്തിനെ പറ്റിയിട്ടും ധാരണകളുള്ള ഒരാളായിരുന്നു. നന്നായിട്ട് വായിക്കുമായിരുന്നു, നന്നായിട്ട് എഴുതുമായിരുന്നു. ഛായമയുടെ ബാംഗ്ലൂർ ഷോയിൽ വെച്ച് എനിക്കൊരു വലിയ ആക്സിഡന്റ് ഉണ്ടായി. അന്ന് ആ നാടക ടീം സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞു, ഒരാൾ സ്പോട്ടത്തൊക്കെ ആയിട്ട് കുറച്ച് വലിയ ആക്സിഡന്റ് ആയിരുന്നു അത്. ഡിഗ്രി ഞാൻ മഹാരാജാസ് മലയാളമായിരുന്നു, മഹാരാജാസ് കോളേജിൽ നിന്ന്. മലയാളം പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ മഹാരാജാസിൽ പഠിക്കുക എന്നുള്ള ആഗ്രഹം, ഇതിലൊന്നും പഠിത്തമൊന്നും മെയിൻ അല്ല, അവിടെ പോയി കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് സംഭവിച്ച സമയമാണ്. സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു, സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊന്നും ഒരിക്കലും എനിക്ക് തോന്നണില്ല എനിക്കത് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാര്യം മർമയത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ കള്ളത്തരം കാണിക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ്. ഡയറക്ടറൊന്നും അല്ല, അത് മനോരമയുടെ ഫ്ലാറ്റ് ഉണ്ട്, അവിടെയാണ്. അപ്പൊ ഫ്ലാറ്റിലൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അല്ലാതെ വീട്ടിൽ നടക്കുന്ന സീക്വൻസ് ആണ്. വീടല്ലേ, ഞങ്ങളുടെ വീടുണ്ടല്ലോ, ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്തോളൂ. അങ്ങനെ മർമയത്തിന്റെ ആദ്യത്തെ എപ്പിസോഡ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കുമ്പളത്തുള്ള ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ. ഇന്ന് എന്നോടൊപ്പം അതിഥിയായി സ്നേഹ ശ്രീകുമാർ. സ്നേഹ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വെൽക്കം ആണ്. ആഴങ്ങളിൽ എന്ന വാക്ക് കേൾക്കുമ്പോ എന്താ മനസ്സിലേക്ക് ഓർമ്മ വരുന്നേ? എന്തോ ഒരു ഗുദാമിലേക്ക് എനിക്ക് തോന്നുന്നത്. നമ്മളെ എപ്പോഴും ചിരിച്ച മുഖമാണ് സ്നേഹയുടെ കാണുന്നത്. പക്ഷെ നമ്മളെപ്പോഴും ആ ചിരിച്ച മുഖത്തിന് പുറകിൽ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവും, കുറേയേറെ കാര്യങ്ങളുണ്ടാവും. അപ്പം ഡീപ്പായിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള സന്തോഷം പോലെ തന്നെ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ കുറച്ച് സന്തോഷത്തിൻ്റെ കൂടെ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആവാം എന്ന് എഴുതിയിട്ടാണ് ഇതിന് ആഴങ്ങളിൽ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. ഓ ഇതെന്നെ പെടുത്തിയതാ. ഒരു കാപ്പി മേടിച്ച് തന്ന് ഇവരെന്റെ അടുത്ത് എന്തൊക്കെയോ പറയുകയാണ്. ഇല്ല, ഒരു നോ കോൺട്രവേഴ്സീസ്, ഒള്ളി സന്തോഷം, സമാധാനം. നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചിരിനെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത്. എനിക്കൊന്ന് സ്നേഹയെ പറ്റി ഏത് ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ആദ്യം ചിരിനെ പറ്റി തന്നെ ആയിരിക്കും അല്ലേ എല്ലാവരും പറഞ്ഞു തുടങ്ങുക. സ്നേഹ പോലെ തന്നെ അത്ര ഇല്ലെങ്കിലും ഏകദേശം ആ റേഞ്ചിലുള്ളൊരു ചിരി ഇരിക്കുന്ന ആളാണ്. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ കുറച്ച് കടിച്ചു പിടിച്ച്, നമ്മള് ആങ്കർ അധികം ചിരിച്ചു കഴിഞ്ഞാൽ തെറിയൊക്കെ ഏത് വഴിക്ക് വരുന്ന അറിയില്ലല്ലോ, അപ്പൊ ചിരി കൺട്രോൾ ചെയ്ത് ചിരിക്കുന്ന ആള്. പക്ഷെ ഇന്ന് അപ്പൂസേ ഓപ്പണായിട്ട് ചിരിക്കാനുള്ള അവസരം ഉണ്ടല്ലോ അല്ലേ? അയ്യോ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ചിരി തന്നെയാണ്. കാരണം മനസ്സ് തുറന്ന് ഓപ്പണായി ആരും ജഡ്ജ് ചെയ്യില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു ചിരി. ഈ ചിരിയുടെ പിന്നിലുള്ള രഹസ്യം? അങ്ങനെ രഹസ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ നേരത്തെ തൊട്ടേ ചിരിക്കുന്ന ഒരാളാണ്, എന്നെ അറിയുന്നവർക്ക് അറിയാം. അപ്പൊ അതിന്റെ പിന്നിൽ ഇപ്പം നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചിരികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ചിരിക്കാൻ തോന്നിയാൽ ഞാൻ ചിരിക്കാറുണ്ട്. അത് എവിടെയെന്നോ എന്താണെന്നോ ഒന്നും നോക്കാറുമില്ല. അതാണ് അതിന്റെ സത്യം. അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പം നമ്മൾ പറയുന്ന പുറത്ത് ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് വരുന്ന ഇമോഷൻസ് ഒക്കെ, ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ ഞാൻ പെട്ടെന്ന് എന്റെ മുഖത്ത് വരും. ആർക്കും മനസ്സിലാവും പിന്നെ കണ്ടാല്. അങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ചിരിയും പെട്ടെന്ന് പുറത്തേക്ക് വരും. അതാണ് എക്സ്പ്രസീവ് ആണ്, എല്ലാ ഇമോഷൻസും വളരെ വോക്കലും ആണ്. എല്ലാ കാര്യങ്ങളും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യും. എപ്പോഴും നമ്മള് ചിരിക്കുകയും അതേപോലെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കോമഡി ആർട്ടിസ്റ്റ് എന്നുള്ള ലേബലിലാണ് നമ്മൾ സിറ്റ്കോം ആണ് ചെയ്യുന്നത് കൂടുതൽ. അപ്പം അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിൽ പോകുന്നു എന്ന് വിചാരിക്കേണ്ട. പക്ഷെ ഇങ്ങനെയുള്ളൊരു നമ്മുടെ ഒരു ലേബിളുള്ളപ്പോൾ പലപ്പോഴും പല ആൾക്കാരും നമ്മളോടും അവർ പറയുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും അവർ എല്ലാം കോമഡി ആയിട്ട് കണ്ടോളും, ഷിൽ ടേക്ക് ഇറ്റ് ലൈറ്റ്ലി എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങൾ പറയുകയും ചെയ്യാറും ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പൊ എൻ്റെ അടുത്ത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഉത്തരം പറയുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനെ എനിക്കങ്ങനെ ഒരു
മോശം എന്നുള്ള രീതിയിലൊന്നും എനിക്ക് ഒരു വേദിയിലോ അങ്ങനെ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന്റെ ഇടയിലൊന്നും സംഭവിക്കാറില്ല, സംഭവിച്ചിട്ടില്ല. സംഭവിച്ചാൽ ഞാനത് പ്രതികരിക്കുകയും ചെയ്യും. എനിക്ക് വിഷമം വന്നാൽ ഞാൻ പറയുന്ന ആളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന പരിപാടി ഇപ്പം ഞാൻ വന്ന പരിപാടി എന്ന് പറയുന്നത് മറിമായാണ്. ഇത് 14ാമത്തെ വർഷത്തിലേക്ക് മറിമായം പോവാണ്. അപ്പൊ എന്റെ കൂടുതൽ സമയവും ഞാൻ ചെലവഴിച്ചിട്ടുള്ള സെറ്റും ഞാൻ ചെലവഴിച്ചിട്ടുള്ള ആൾക്കാരും അവരാണ്. നമ്മളുടെ ഒരു പരിപാടി എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ഒരു എപ്പിസോഡിൽ പോലും ഒരു ഡബിൾ മീനിങ്ങോ അല്ലെങ്കിൽ ഒരു ബോഡി ഷേമിങ്ങോ അല്ലെങ്കിൽ ഒരു കളറിനെ മോശമായിട്ട് പറയുന്ന രീതിയിലോ ഒരിക്കലും നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഇപ്പോഴത്തെ എപ്പിസോഡ് വരെ ഉണ്ടാവില്ല. അത് അങ്ങനത്തെ ഒരു ടീമിലാണ് ഞാൻ ചെന്ന് പെട്ടത് എന്നുള്ളത് കൊണ്ടും വളരെ സീരിയസ് ആയിട്ട് അത്തരം കാര്യങ്ങളെ എടുക്കുന്ന ആൾക്കാരുമാണ് നമ്മള്. അത്രയും ചർച്ച ചെയ്തിട്ടാണ് ഓരോ എപ്പിസോഡ്. തമാശ എന്ന ആൾക്കാർക്ക് തോന്നുമെങ്കിലും ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന എപ്പിസോഡുകളാണ് നിങ്ങൾ തമാശയായിട്ട് ആസ്വദിക്കുന്നത്. അതാണ് അതിന്റെ കാര്യം. മറിമായം എന്ന പരിപാടി 14 വർഷത്തിലേക്ക് കടക്കുകയാണ്. മണ്ടോതിരി എന്നുള്ള ക്യാരക്ടറാണ് സ്നേഹനെ പ്രേക്ഷകർക്കിടയിലേക്ക് അടുപ്പിച്ചത്. ആ ഒരു ക്യാരക്ടർ ഇത്രയും വർഷം കൊണ്ടുപോവുക എന്ന് പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം. ഇത്രയും വർഷം ഒരു കഥാപാത്രമായിട്ട് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം നമ്മുടെ മലയാളത്തിൽ ഇത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആർക്കും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വേഷത്തിനെ എങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് 14 ഇയേഴ്സ് കഴിഞ്ഞിട്ടോ? അല്ല, അത് ഞാൻ പറയണത് ഇപ്പം നമ്മുടെ ഒരാളുടെ മാത്രമല്ല, ഇപ്പം അതിന്റെ ഒരു ടീമിന്റെ ഒരു വിജയമാണത്. അത് ആക്ടേഴ്സ് മാത്രമല്ല ഞാൻ പറയണേ, അവരുടെ ക്രൂവ്, ഡയറക്ടേഴ്സ് ഇപ്പോൾ പലരും മാറിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഡയറക്ടേഴ്സ് എല്ലാവരും, അവിടെ മേക്കപ്പിലെ ചേട്ടന്മാർ, ഇവർക്ക് എല്ലാവർക്കും അതിൽ ഭയങ്കര ഇൻവോൾവ്മെന്റ് ഉണ്ട്. പിന്നെ ഈ മണ്ടോദരി എന്ന് പറയുന്ന ഒരാളിപ്പം ഞാനാണ്, സ്നേഹ എന്ന് പറയുന്ന ആളാണ് അത് ചെയ്യണമെങ്കിൽ കൂടി എൻ്റെ ലൈഫിന്റെ ഒരു വലിയ കാലഘട്ടമാണത്. ഇപ്പൊ ഞങ്ങള് തിരിഞ്ഞാലോചിക്കുമ്പോ അയ്യോ 14 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് 14 വയസ്സ് കൂടിയില്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് സംഭവിച്ച സമയമാണ്. സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു, സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് നിർത്താൻ അവർക്ക് പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നണത്. അപ്പം അതല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഡെലിവറി ടൈമില് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊന്നും ഒരിക്കലും എനിക്ക് തോന്നണില്ല എനിക്കത് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാര്യം മറിമായത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ കള്ളത്തരം കാണിക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ്. ഞങ്ങൾ സ്പോട്ട് ഡബിങ്ങിലാണ് അത് ചെയ്യുന്നത്. പിന്നെ ഒരു എന്താ പറയാ, സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പോലും അതേ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്ത് ചെയ്യുന്ന ആക്ടേഴ്സും അല്ല. നമ്മൾ ഇംപ്രവൈസ് ചെയ്താണ് ഓരോ സീനുകളും ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. ഈ നമ്മൾ പ്രഗ്നന്റ് ആവുമ്പോൾ നമുക്കറിയാമല്ലേ, ഹോർമോൺ ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മുടെ മൂഡ് സ്വിങ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം സഹിച്ച് എൻ്റെ എല്ലാ സമയങ്ങളിലും എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി നിർത്തിയിട്ടുള്ളത് അവരാണ്. അതുകൊണ്ടായിരിക്കും മറിമായത്തിൽ എനിക്ക്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളെ കാണുന്ന ആൾക്കാര്, നമ്മളിപ്പം ഒരു എപ്പിസോഡില് അന്നെന്തേ ഒരു സീനായി പോയി, അതായത് നമ്മളെ മിസ് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക്. ഒരു എപ്പിസോഡിൽ ഒരു സീനായി പോയി എന്നുള്ളത് കണ്ടില്ല അങ്ങനെ ചോദിക്കണം. ആ ഒരു സ്നേഹവും ഒക്കെ അവരിപ്പോഴും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പരിപാടി ഇങ്ങനെ പോകുന്നതും നമുക്കതിൽ നിൽക്കാൻ പറ്റുന്നതും. അതാണ് അതിന്റെ കാര്യം. അഭിനയിക്കുക എന്നുള്ളത് ഒരിക്കൽ പോലും ചിന്തയിൽ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അതിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഏതൊരു സ്റ്റേജിലാണ് ഓക്കെ ദിസ് ഈസ് മൈ കരിയർ, ഞാൻ ഇവിടെ നിൽക്കാനുള്ള ആളാണ് എന്നുള്ളൊരു ഫീല് കിട്ടിയത്? അങ്ങനെ ഒരു ഫീലൊന്നും ഇപ്പോഴും വന്നിട്ടില്ല എന്നാണോ? അല്ല, ഇവിടെ നിൽക്കേണ്ട ആളാണെന്ന് തോന്നണത് ഇപ്പം ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് നാടകം പഠിക്കാൻ പോകുന്നത്. MA തിയേറ്ററാണ് എൻ്റെ കോഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഡിഗ്രി എന്തായിരുന്നു സബ്ജക്ട്? ഡിഗ്രി ഞാൻ മഹാരാജാസ് മലയാളമായിരുന്നു, മഹാരാജാസ് കോളേജിൽ നിന്ന്. ഓക്കെ. മലയാളം പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ മഹാരാജാസിൽ പഠിക്കുക എന്നുള്ള ആഗ്രഹം, ഇതിലൊന്നും പഠിത്തൊന്നും മെയിൻ അല്ല, അവിടെ പോയി കിട്ടിയാ മതി. അതായത് എന്തെങ്കിലും പഠിക്കാം. ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ എല്ലാരും കൊണ്ട് BCom പഠിക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് മഹാരാജാസിൽ പഠിച്ചാൽ മതി, BCom അല്ല എന്റെ ലക്ഷ്യം. മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മലയാളം പഠിച്ചു. അത് കഴിഞ്ഞ പക്ഷെ ആ ഒരു 3rd ഇയർ, അപ്പൊ അന്നേ ഞാൻ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്, കഥകളിയും ഓട്ടംതുള്ളലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് സെമിസ്റ്റർ സിസ്റ്റം പതിയെ വന്ന് തുടങ്ങുകയാണ്. അതായത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു സമയം വന്നപ്പോ നമുക്ക് സ്ഥിരമായി ക്ലാസ്സിൽ പോവുക അതൊന്നും നടക്കണ കേസല്ല. അപ്പൊ ഇതൊന്നും പഠിത്തം മെയിൻ അല്ലാന്ന് പറഞ്ഞെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഞാൻ കുറച്ച് ഡെഡിക്കേറ്റഡും ആണ് ഒരേ സമയം. അപ്പൊ എനിക്ക് അവര് മാഷന്മാരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പഠിത്തം അതായത് തോറ്റു അങ്ങനത്തെ ഒരു ഇതിലേക്ക് എനിക്ക് താല്പര്യമില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള വേണുജിയും നിർമ്മല ടീച്ചറും പറയണത് തിയേറ്റർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, അവിടെ പോയിട്ട് പഠിച്ചോളൂ. അപ്പൊ ഇതൊക്കെ തന്നെയാണല്ലോ പഠിക്കേണ്ടത്. അപ്പൊ അവര് പറഞ്ഞതനുസരിച്ച് ക്ലാസിക്കൽ തിയേറ്റർ കൂടിയായിട്ടാണ്. അപ്പൊ അതിന്റെ അഭിനയമൊക്കെ പഠിക്കാം. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലണത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാണ് നമ്മൾ നാടകം ഡയറക്റ്റ് ചെയ്യണം, നാടകം അഭിനയിക്കണം. അതെനിക്ക് ഭയങ്കര പാടായിരുന്നു. കാര്യം എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് അങ്ങനെ അറിയില്ല, നമുക്ക് അറിയില്ലല്ലോ. എപ്പോഴെങ്കിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കോളേജ് സമയത്ത് അങ്ങനെ ഒരു നാടകം ചെയ്തെങ്കിൽ എത്രയും ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അവിടെ ചെന്ന് അതിങ്ങനെ ഓക്കെ, ആദ്യത്തെ നാടകം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിത് കൊള്ളാം എന്ന് തോന്നി. അങ്ങനെ ഞാൻ അവിടെ പഠിച്ചു. അവിടെ MA സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഛായാമുഖി എന്ന് പറയുന്ന നാടകത്തിൽ നിന്ന് ഓഫർ വരുന്നത്. അത് ഈ പറയുന്ന പോലെ എന്താ പറയാ, ഭയങ്കര ഒരു വലിയ ഓഫറാണ്. നമ്മളെല്ലാരും ആരാധിക്കുന്ന ലാലേട്ടന്റെ കൂടെയാണ് എൻ്റെ സീനുകളെല്ലാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും നമ്മളെ ഉള്ളിലേക്ക് വലിയാണ്. കാര്യം നമുക്ക് അങ്ങനത്തെ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ സിനിമാക്കാരുടെ ഒരു പ്രൊഡക്ഷനിലേക്ക് നമ്മൾ പോകുക എന്നൊക്കെ ഉള്ളത്. പിന്നെ അതിന്റെ ഡയറക്ടർ പ്രശാന്ത് നാരായണൻ കഥകളിയുമായി ബന്ധപ്പെട്ട് 11 വയസ്സിലെ ആട്ടക്കഥയ്ക്ക് എഴുതിയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. അതിൽ പോയി ഞാൻ PhD പോയിട്ട് കൽക്കട്ടയിൽ രജിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പക്ഷേ ഛായാമുഖിയുടെ ബാംഗ്ലൂർ ഷോയിൽ വെച്ച് എനിക്കൊരു വലിയ ആക്സിഡന്റ് ഉണ്ടായി. അന്ന് ആ നാടക ടീം സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞ് ഒരാൾ സ്പോട്ട് ഡെത്തൊക്കെ ആയിട്ട് കുറച്ച് വലിയ ആക്സിഡന്റ് ആയിരുന്നു അത്. അവിടുന്നാണ് സത്യത്തിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. അപ്പോൾ പിന്നെ എനിക്ക് കൽക്കട്ടയിൽ പോയി PhD ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിവിടെ ട്രീറ്റ്മെന്റിലായി. അപ്പോൾ ഇവിടെ ട്രീറ്റ്മെന്റ് എനിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, നട്ടലിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞെങ്കിൽ ഒരു വർഷം ഇവിടെ തന്നെ എന്നുള്ളതൊക്കെ ആലോചിച്ചപ്പോഴാണ്, പക്ഷെ ആ ഒരു വർഷം കളയണ്ടെന്നുള്ളതിലാണ് MPhil ഞാൻ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പെർഫോമിംഗ് ആർട്സ്. MA തിയേറ്ററും MPhil പെർഫോമിംഗ് ആർട്സും. PhD ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ഏത് സബ്ജക്റ്റിലായിരുന്നു? കഥകളി തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. കഥകളിയിൽ എന്തെങ്കിലും ഒരു വിഷയം എടുത്ത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. രവീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റിയിൽ പോയി എല്ലാം ശരിയായതുമാണ് കൽക്കട്ടയിൽ. പക്ഷെ അത് തിരിച്ചു വരേണ്ടി വന്നു. ആ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിച്ചത് കൊണ്ടാണ് ഇവിടെ മറിമായം തുടങ്ങുന്നു, ഇവിടെ ഒരാൾ വേണം എന്നുള്ള രീതിയിൽ എൻ്റെ വീടിന്റെ അടുത്താണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. സിദ്ധു ആ സമയത്ത് ക്യാമ്പസിലുണ്ട്, MA ചെയ്യുന്നുണ്ട്. അപ്പൊ സിദ്ധു ആണ് പറയുന്നത്, സിദ്ധുവിന്റെ നാടകങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്തു MPhil പഠിക്കുമ്പോ. അങ്ങനെ സിദ്ധു ആണ് പറയുന്നത് മറിമായത്തില് ഇങ്ങനെ, മറിമായം എന്നൊന്നും അന്ന് പറഞ്ഞിട്ടില്ല, ഒരു പരിപാടി തുടങ്ങുന്നുണ്ട് അതിൽ വരണമെന്ന്. അപ്പോഴും നമ്മള് ഇല്ല, എനിക്കതല്ലല്ലോ, ഞാനില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് ആരെയും കിട്ടിയില്ല, അതുകൊണ്ട് വീണ്ടും അങ്ങനെ വിളിച്ചു. അപ്പോ അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു എപ്പിസോഡ് വേണമെങ്കിൽ ചെയ്തോ. സിദ്ധുവിനൊക്കെ ഭയങ്കര കാര്യമാണ് അമ്മയ്ക്ക്. എന്നാ ഒരു എപ്പിസോഡ് ചെയ്തോന്ന് പറഞ്ഞു. അപ്പോ അതിന്റെ ഡയറക്ടർ പറഞ്ഞു, അല്ല അത് മനോരമയുടെ ഫ്ലാറ്റ് ഉണ്ട് അവിടെയാണ്. അപ്പൊ ഫ്ലാറ്റിലൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, അത് വീട്ടിൽ നടക്കുന്ന സീക്വൻസ് ആണ്. വീടല്ലേ, ഞങ്ങളുടെ വീടുണ്ടല്ലോ, ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്തോളൂ. അങ്ങനെ മറിമായത്തിന്റെ ആദ്യത്തെ എപ്പിസോഡ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കുമ്പളത്തുള്ള ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അത് വീട്ടിൽ നിന്ന് പുറത്തു വിടാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. നമുക്ക് അറിയില്ലല്ലോ ഇതൊന്നും, ഇത് അറിയാത്തൊരു ഫീൽഡാണ്, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ വിനോദ് കോവൂരാണ് അന്ന്, വിനോദേട്ടനും ഞാനും കൂടിയാണ് അഭിനയിക്കണത് ഫസ്റ്റ് എപ്പിസോഡ്. അങ്ങനെ വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്തു. പക്ഷെ അത് അവരുടെ ലോഞ്ചിങ് ടൈം ആയതുകൊണ്ട് ഒരുപാട് എയർ ചെയ്തു. അപ്പൊ ഒരുപാട് ആൾക്കാർ വിളിച്ച് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ എങ്കിൽ പിന്നെ അത് ചെയ്യാം. അപ്പൊ അത് ചെയ്തു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ സിനിമകൾ വന്നു, അത് ചെയ്തു. അപ്പൊ പിന്നെ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ എന്റെ പ്ലാനിങ് അനുസരിച്ചൊന്നും എന്റെ ജീവിതം പോയിട്ടേ ഇല്ല ഒരിക്കലും. എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഞാൻ ആക്ടർ അല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ ആയിരുന്നിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെയൊന്നും ഒരു ചിന്തയില്ലാത്ത ആളാ. ഒരു പക്ഷെ ഞാൻ പറഞ്ഞല്ലേ, ആക്സിഡന്റിന് നമുക്ക് എപ്പോഴും കാലഘട്ടം ഉണ്ടെന്ന് പറയണ പോലെ BC-AC എന്നൊക്കെ പറയണ പോലെ ആക്സിഡന്റിന് മുമ്പ് ആക്സിഡന്റിന് ശേഷം എന്നൊക്കെ പറയാം. എനിക്ക് ഇത്രയും സംസാരിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു ഞാൻ. അല്ല, ഇത്രയ്ക്കൊന്നും സംസാരം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും എനിക്ക് തോന്നണ എന്റെ നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ് എന്നുള്ളതായിരിക്കും പൊതുവേ ഉള്ളൊരു ഇത്.
പക്ഷെ ആക്സിഡന്റിന് ശേഷം എനിക്ക് മനസ്സിലായി മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല, എപ്പൊ വേണമെങ്കിലും പോവാവുന്ന കേസേ ഉള്ളൂ. അതുകൊണ്ട് പരമാവധി എൻജോയ് ചെയ്യാം. ഇത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മളെ ലൈഫ് മാറ്റിമറിക്കുന്ന സിറ്റുവേഷൻ ആണ് പ്രസന്റ് ചെയ്യുമ്പോൾ ഷുഗർ കോട്ട് ചെയ്ത് ചിരിച്ചോട്ടാ പറഞ്ഞത് ആലോചിക്കുമ്പോഴേ. അല്ല അത് ഭയങ്കര ഒരു അനുഭവമല്ലേ, നമ്മള് എവിടെയോ എത്തിപ്പോയി എവിടുന്നോ തിരിച്ചു വന്ന ആളാണ്. അപ്പൊ അത് ഭയങ്കര വലിയൊരു അനുഭവമാണ്. ആ ഒരു സമയത്ത് എന്താ പറയാ സംസാരിക്കുന്ന ആളെന്ന് പറയുന്നു, പക്ഷെ ആ ഒരു നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന ചേഞ്ച്, നമ്മുടെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറുകയാണ് ലൈഫിനെ പറ്റിയിട്ടുള്ള. ആ ഒരു ഇത് എങ്ങനെയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് സ്നേഹ എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുന്ന രീതിയിലല്ലാതെ? അല്ല, മാറ്റമുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നത് നമ്മുടെ രീതികൾ തന്നെ മാറിയിട്ടുണ്ട്. നമ്മള് പരമാവധി എല്ലാവരുമായിട്ടും കൂടുതൽ മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. കാര്യം കിട്ടുന്ന സമയങ്ങളൊക്കെ എല്ലാവരുമായിട്ടും ചെലവഴിക്കുക, ഒരുപാട് സ്ഥലം കാണുക. അപ്പൊ അതിനു മുമ്പും ഞാനും അമ്മയും കൂടെ, എനിക്ക് തോന്നുന്നു അതിനു മുമ്പാണ് ഞാനും അമ്മയും കൂടെ താജ്മഹൽ അവിടെ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ പണ്ട് ടൂർ പോയിരുന്നു സ്ഥലങ്ങൾ കാണാൻ. പക്ഷെ എന്നാലും അതിനുശേഷമാണ് നമുക്കുള്ള സമയങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിക്കണം എന്ന് തോന്നിയിട്ട്, ഇത്രയും ഹെക്ടിക് ആയിട്ട് വർക്കുള്ള സമയത്താണെങ്കിൽ ഒരു ദിവസം ലീവ് കിട്ടിയാൽ ഞാൻ സുഹൃത്തോടെ നമുക്ക് എവിടെയെങ്കിലും പോകാന്ന് പറയും. പക്ഷെ ഒരു ദിവസം റെസ്റ്റ് എടുക്കണം, അതില്ല, എനിക്ക് എവിടെയെങ്കിലും പോകണം. ഇനിയിപ്പം ഷൂട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോനുണ്ട് ഇപ്പം, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു 10 കാര്യം ഒന്നിച്ചെടുക്കാൻ ഞാൻ റെഡിയാണ്. കാര്യം അതെനിക്ക് ഇപ്പോഴല്ലേ പറ്റുള്ളൂ, കുറച്ച് കഴിഞ്ഞ് എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ റെഡിയാണ്, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്നേഹ എന്ന് പറയുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ആ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? സന്തോഷിപ്പിക്കുന്നത് ഒന്ന് യാത്രകളാണ്. യാത്ര ചെയ്യാൻ പരമാവധി ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കും. ഞാൻ തന്നെ യാത്രകൾ പ്ലാൻ ചെയ്യും. നിർബന്ധിച്ച് എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ യാത്ര കൊണ്ടുപോകും. അങ്ങനെയാണ് ഒന്ന്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് പെർഫോമൻസുകൾ, നല്ല പെർഫോമൻസുകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതെവിടെയെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ പരമാവധി പോകാൻ ശ്രമിക്കും. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കിട്ടിയാൽ വാവയുടെ കൂടെ കളിക്കുക, അതൊക്കെയാണ്. പിന്നെ ഓസ്കാർ ഉണ്ട്, ഓസ്കാറിന്റെ കൂടെ കുറച്ചധികം സമയം ചെലവഴിക്കുക, അതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റിനെ പറ്റിയാ പറഞ്ഞ, എല്ലാ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയാവുക എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ പ്രയോറിറ്റീസ് കംപ്ലീറ്റ്ലി മാറുകയാണ്. നമ്മുടെ ലൈഫ് വേറെ തന്നെ ഒരു വഴിയിലേക്ക് പോകുന്നു. അവിടെ നിന്നിട്ടാണ് പിന്നെ നമ്മൾ ബാക്കി എല്ലാ കാര്യവും മാനേജ് ചെയ്യുക. സോ മദർഹുഡ് കൊണ്ടുവന്ന ചേഞ്ചസ്, മേജർ ആയിട്ടുള്ളൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നത് എന്താണ്? മേജർ ആയിട്ടുള്ള ചേഞ്ച് എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ മാറ്റമൊന്നും ഇല്ലെന്നാണ്. എന്റെ കൂടെ ഒരാളും കൂടെ വന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ യാത്രകളിൽ എനിക്ക് എന്താ പറയാ, എവിടെ പോയാലും എന്റെ കൂടെ ഞാൻ എന്റെ മോനെ കൊണ്ടുപോകും. എവിടെ പ്രോഗ്രാം ആയാലും, അതിപ്പോ വിദേശത്താണെങ്കിലും ഞാൻ ആദ്യം പറയുന്ന അതാണ്, എന്റെ മകനെ കൊണ്ടുപോകണം. അപ്പൊ മോനെ കൊണ്ടുപോകണമെങ്കിൽ മോനെ നോക്കണം, ചേച്ചീനെ കൊണ്ടുപോകണ കാര്യം പരിപാടി സമയം അങ്ങനെ ഞാൻ അവനെ കൊണ്ടുപോകും. അതല്ലാതെ പിന്നെ ഇപ്പൊ ചില സമയങ്ങളിലൊക്കെ ഉറക്കത്തിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും എന്നുള്ളതല്ലാതെ അവനെ കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്. അതെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരു എയർലൈൻ കമ്പനി യാത്ര ചെയ്യരുത് എന്ന് പറയുന്നവരെ യാത്ര ചെയ്ത ആളാണ് പ്രഗ്നൻസി ടൈമില്. കാര്യം അന്നൊക്കെ നമ്മള് ഏറ്റെടുത്ത് വെച്ച ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ പരിപാടികൾ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്റെ ടീം മൊത്തം ക്യാൻസൽ ആവും. മറിമായൻ ടീമിന്റെ ഷോസ് ആയിരുന്നു അതെല്ലാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ പ്രോഗ്രാമുകളും ചെയ്തിട്ടുണ്ട്. ഒരു പരിപാടി പോലും ഞാൻ അതിന് വേണ്ടിയിട്ട് ക്യാൻസൽ ചെയ്തിട്ടില്ല. പിന്നെ മദർഹുഡിൽ വന്നത് പിന്നെ ആകെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാല്, നമ്മളെ പ്രഗ്നൻസി ടൈമിൽ നമ്മളെ കെയർ ചെയ്തിട്ടുള്ള ആൾക്കാരില്ലേ, ഒരു മിഠായി തന്ന ആൾക്കാരെ വരെ എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരെന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഞാൻ അവരെ ഭയങ്കരമായിട്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതൊരു എന്താ പറയാ, എന്റെ മനസ്സിനുള്ള സ്നേഹമാണ്. എനിക്ക് അവരെല്ലാം ഭയങ്കര ഫേവറേറ്റ് ആണ്. എന്നെ കെയർ ചെയ്ത, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ഒരു തവണയെങ്കിലും വിളിച്ച് അന്വേഷിച്ച, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് തന്ന, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കാര്യം ഞാൻ ഈ വർക്ക് ചെയ്യാനൊക്കെ പോയത് കൊണ്ടും, പിന്നെ മറിമായത്തിലെ എല്ലാവരുടെയും വീട്ടുകാര്, ഭാര്യമാര് എല്ലാവരും എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തരും. വെളിച്ചെണ്ണയൊക്കെ ആട്ടിയിട്ട് അത് വീട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത്രയും സ്നേഹമാണ്. അപ്പം അത് അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് ഇപ്പൊ ഭയങ്കര, പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ ഞാനിപ്പോ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. അതൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ ഞാൻ പറയാലോ, പ്രഗ്നന്റ് ആയ പിന്നെ ആരെങ്കിലും ഒരു ഇച്ചിരി ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ, കട്ട് ചെയ്തു ഞാനത്. ഇനി ഞാൻ അങ്ങോട്ട് നോക്കേയില്ല. അതും ഒരു സത്യമാണ്. അങ്ങനെയൊന്നും എന്താ പറയാ, കട്ട് ചെയ്യുന്ന ആളല്ലായിരുന്നു ഞാൻ. പക്ഷെ അത് ഇതുകൊണ്ട് സംഭവിച്ചതാണ്. ഇഷ്ടപ്പെടാതെ വന്ന് ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തു. അത് ഞാൻ ക്ലോസ് ചെയ്തു.
ഓക്കെ. സി നമ്മള് ഈച്ച് കിഡ് ഇസ് ഡിഫറെന്റ്. അതുപോലെയാണ് കുഞ്ഞിനനുസരിച്ചായിരിക്കും നമ്മൾ അമ്മമാരും ഉണ്ടാവുന്നത്. അപ്പൊ കുഞ്ഞിനനുസരിച്ച് നമ്മുടെ മദർഹുഡ് പാറ്റേണും മാറിക്കൊണ്ടിരിക്കും. സ്നേഹ കുഞ്ഞൊക്കെ ആവുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ആയിരിക്കും അമ്മയെ കഴിഞ്ഞാൽ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ. ഇല്ല. കാര്യം എൻ്റെ ചേച്ചിയുടെ മകനെ ഞാൻ വളരെ കാര്യമായിട്ട് നോക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പം അവന്റെ ചെറുതിലെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ സെൻട്രൽ സാസിലൊക്കെ ഓട്ടംതുള്ളൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാനും കൊണ്ടുപോകും, വണ്ടിയിലിരുത്തിയിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അവൻ ഇതുപോലെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മോനാണ്. ഒരു നിർബന്ധങ്ങളും ഇല്ല. ചിറ്റ അങ്ങോട്ട് പോകും പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ആ അമ്മ അങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകും. അവൻ ആകെ ചെണ്ട കൊട്ടണം, അത്രയൊക്കെ ഉള്ളൂ അവന്റെ ആഗ്രഹങ്ങൾ. അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഭയങ്കര ഭീകരാവസ്ഥയൊന്നും ഞാൻ കണ്ടിട്ടില്ല. വാശിയോ വഴക്കോ അങ്ങനെയൊന്നും നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇപ്പൊ കേദാർ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതെ, അവനും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. വലിയ നിർബന്ധങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പക്ഷെ ഞാൻ അറിഞ്ഞു തുടങ്ങി, ഞാൻ ഇങ്ങനെ ഷൂട്ടിനൊക്കെ പോരുമ്പോ ചെറുതായിട്ട് അപ്പൊ ഞാൻ പറയും ഞാൻ പോയി വരാം എന്ന് പറയുമ്പോ ഓക്കെ. സി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതല്ലേ. ഇപ്പം മോശം കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മോശം കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? ഉണ്ട്. എന്തിനേം പോസിറ്റീവായിട്ട് എടുക്കണം എന്നുള്ള, അതായത് ഇപ്പം നമുക്ക്, ഞാൻ പറയണ ഇപ്പൊ നമുക്ക് എല്ലാം നല്ലതാണെങ്കിൽ പിന്നെ അതിൽ എന്താ ഒരു രസമുള്ളേ? ഒന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് ഒരു എന്തെങ്കിലുമൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ വേണം. അതൊന്ന് പക്ഷെ നമ്മൾ തിരിച്ചു വരണ വരവ് ഭയങ്കര വരവായിരിക്കും. അത് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. എന്ന് വെച്ചാൽ ഇപ്പം ചെറുതിലേക്ക് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ അച്ഛനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഉറങ്ങിയിരുന്ന ആളാണ്. പക്ഷെ വളരെ പെട്ടെന്ന് എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഏത് പ്രായത്തിലായിരുന്നു? ഒരു ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പം വളരെ പെട്ടെന്ന് അറ്റാക്ക് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് വലിയൊരു ലോസ് എനിക്ക് സംഭവിക്കുന്നത്. ആ ലോസ് എനിക്ക് മറികടക്കാൻ പറ്റിയെങ്കിൽ ഇനി ജീവിതത്തിൽ എനിക്ക് എന്തും പറ്റും. അത്രേ ഉള്ളൂ. അപ്പം അത് അങ്ങനെ തന്നെ എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. സി ഇപ്പൊ കേദാർ വന്നതിന് ശേഷം നമ്മൾ വിചാരിക്കും ഒരു ആർട്ടിസ്റ്റ് ആയതിനു ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആർട്ടിസ്റ്റ് എന്നുള്ള കരിയർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ തിരക്കിലാവുന്ന ഒരു ജോലിയാണ്. യാത്രകൾ വേണ്ടി വരും, ഷൂട്ടിന് പോകണം, മാറി നിൽക്കണം. കുഞ്ഞായി കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. ആർ വി ഡൂയിങ് റൈറ്റ് തിങ്? ഇതൊക്കെ ശരി തന്നെയാണോ, അതോ അതർ സൈഡ് നോക്കണമായിരുന്നു? അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും സ്റ്റേജിൽ? എനിക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടായില്ല. ആൾക്കാർ പറഞ്ഞെന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ശ്രമിച്ചതല്ല കേട്ടോ. അല്ല, അങ്ങനെയല്ല. കുഞ്ഞായിട്ടുണ്ടെങ്കിൽ ഇത്ര ദൂരം എങ്ങനെ യാത്ര ചെയ്യും, ഇത്ര തണുപ്പത്ത് നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്യും, തണുപ്പ് രാജ്യങ്ങളെ കൂട്ടി ജീവിക്കുന്നില്ലേ? ഞാൻ പറയണ എൻ്റെ മകനെ എല്ലാം അറിഞ്ഞു വളരണം. തണുപ്പും ചൂടും നല്ലതും ചീത്തയും എല്ലാം അറിഞ്ഞു വളരണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സ്പൂൺ ഫീഡിങ് അമ്മ അവൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എവിടെ വിട്ടാലും ജീവിക്കണം, അല്ലാതെ ഞങ്ങൾ ഉണ്ടെങ്കിലേ അവന് പറ്റുള്ളൂ അങ്ങനെ വരരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ ഞാൻ പരമാവധി എല്ലാ യാത്രകളിലും അവനെ കൊണ്ടുപോകും. അവിടെ തണുപ്പാണോ ചൂടാണോ അതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഭക്ഷണം ഇതുപോലെ തന്നെ ഭയങ്കര അത് ഇത് അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ അവനെല്ലാം കഴിക്കും. ഇഡലി കഴിക്കും, ദോശ കഴിക്കും, ചോറ് കഴിക്കും, നെയ്യ്, അങ്ങനെ എന്തും കഴിക്കും. അതല്ലാതെ ഇത് കൊടുത്തുകൂടാ അത് കൊടുത്തുകൂടാ അങ്ങനെയൊന്നും നമ്മൾ ശീലിപ്പിച്ചിട്ടില്ല. അപ്പം അങ്ങനെ വലിയ ചിട്ട കൊടുക്കാതെ വളർന്നാൽ എല്ലാം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതി. അതെ, അത്രയേ ഉള്ളൂ. ആകെ ഞാൻ ശ്രമിക്കുന്നത് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പാട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി അവനും ഇങ്ങനെ കൊട്ടുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ കുഞ്ഞു ചെണ്ടയും ഒരു ചെറിയ പിയാനോ ഒക്കെ ഇപ്പൊ തന്നെ ഉണ്ട്. അതിലൊക്കെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കും. അതിലൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കണുള്ളൂ, അല്ലാതെ വേറെ വലിയ ഇതൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ അവനൊരു കലാകാരനാക്കാനുള്ള ഒരു അവസ്ഥ വീട്ടിൽ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ. അല്ല, അവന് ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ 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 അടിക്കും കിടക്കയിലൊക്കെ. അങ്ങനെയാണ് എന്റെ ചേച്ചിയുടെ മകൻ തന്നെയാണ് ഒരു കുഞ്ഞി ചെണ്ട കൊണ്ടുവന്ന് കൊടുത്തത്. ചേട്ടനെ പോലെ ഇനി ചെണ്ടക്കാരനായാലോ വെച്ചിട്ട് അങ്ങനെ അതിലെല്ലാം പുള്ളി പ്ലേ ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെയുള്ളൂ. ഓക്കെ. സി ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം എന്താ പറയാ, കല്യാണം കഴിഞ്ഞിട്ട് സർനെയിം മാറ്റേണ്ട ആവശ്യം വരാത്തൊരു പെൺകുട്ടി ഭാഗ്യമുള്ളത്. അതായത് ഹസ്ബൻഡിന്റെ പേരും അച്ഛന്റെ പേരും സെയിം ശ്രീകുമാർ എന്നുള്ള സർനെയിം മാറ്റേണ്ടി വന്നില്ല. അതൊരു വലിയൊരു അല്ല. അതിപ്പോ എന്റെ ശ്രീയുടെ പേര് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിലും ഞാൻ മാറ്റില്ല.
അതിലൊക്കെ എനിക്ക് തീരുമാനമുണ്ട്. എന്റെ അച്ഛന്റെ പേര് തന്നെയാണ്. ഇപ്പൊ എന്റെ ഇനിഷ്യലൊന്നും മാറാൻ പോകുന്നില്ലല്ലോ. ഞാനൊരു കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് എന്റെ അച്ഛൻ മാറാന്നില്ല. അത് എന്റെ സത്യത്തിൽ എന്റെ ഒഫീഷ്യൽ നെയിമില് സ്നേഹ ശ്രീകുമാർ എന്നുള്ള പേരല്ല, എസ് എന്നുള്ള ഇനിഷ്യലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോട്ട് പഠിക്കുന്ന സമയത്ത് എപ്പോഴോ ഞാൻ അച്ഛന് ഭയങ്കര കമ്പനിയായിരുന്നു. ഞങ്ങള് സംസാരിക്കുന്ന സമയത്ത് അച്ഛനെ പോയി പറഞ്ഞു, ഇനി നിന്റെ പേരിൽ വേണം എനിക്കറിയാൻ. അതായത് ഏതോ ഒരു നോട്ടീസിൽ ഒരു പേര് വന്നു. അപ്പൊ അന്ന് മുതല് എന്റെ എല്ലാ പരിപാടികളിലും എല്ലാ നോട്ടീസുകളിലും സ്നേഹ ശ്രീകുമാർ എന്നുള്ള പേരാണ് നമ്മൾ എഴുതുന്നത്. അത് തന്നെ ഇപ്പോഴും ഇനി എപ്പോഴും എക്കാലത്തും. അച്ഛനെ പറ്റി പറഞ്ഞത് കൊണ്ട് പറയാണ്, അച്ഛനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് കുറച്ചൊന്ന് അത് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി. എന്നാലും ഷെയർ ചെയ്യാനുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെമ്മറീസ് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ അത്. അല്ല, അച്ഛനെ പറ്റിയിട്ടെന്ന് പറഞ്ഞാല് ഞങ്ങള് ഭയങ്കര, ഞാൻ എടാന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അച്ഛൻ എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അച്ഛൻ എന്നല്ല ഞാൻ വിളിക്കുന്നത്. എന്നെ എടാ, എന്നെ തിരിച്ചെടാ കുട്ടപ്പീന്ന് വിളിക്കും, ഞാൻ തിരിച്ച് കുട്ടപ്പീന്ന് വിളിക്കണല്ലോ. അപ്പൊ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും ചെറുതിലെ അച്ഛാന്ന് വിളിക്കണം. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അച്ചുടപ്പീന്നായിരുന്നു ഞാൻ വിളിച്ചോണ്ടിരുന്നത്. എടാന്ന് തന്നെയാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അത്രയും എന്താ പറയണ, ഭയങ്കര കൂട്ടാണ്. നമ്മൾ ഒന്നിച്ച് സൈക്കിൾ ചവിട്ടും. വളരെ ചെറുതിലെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ടേക്ക് സ്കൂളിൽ ഞാൻ സൈക്കിളിലാണ് പോകുന്നത്. എനിക്ക് ചേച്ചിക്ക് സൈക്കിളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെല്ലാം പഠിപ്പിക്കും. നീന്താനൊക്കെ വളരെ ചെറുതിലേ പഠിപ്പിച്ചിരുന്നു, സൈക്കിൾ ഓട്ടാൻ. അതുപോലെ എന്ത് പരിപാടിക്കാണെങ്കിലും ഇപ്പം നമ്മള് എല്ലാത്തിനും കൊണ്ടുപോകും. സിനിമ, രാത്രി തട്ടുകട, ഇതെല്ലാം ഞങ്ങളെ ശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമേ നല്ല ബോൾഡ് ആക്കിയിട്ട് ട്രെയിനിങ്. പിന്നെ അച്ഛൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര വ്യക്തമായിട്ട് എല്ലാത്തിനെ പറ്റിയിട്ടും ധാരണകളുള്ള ഒരാളായിരുന്നു. നന്നായിട്ട് വായിക്കുമായിരുന്നു, നന്നായിട്ട് എഴുതുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് പഞ്ചവത്സര പദ്ധതികളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളുടെ പഞ്ചായത്തിലെ എല്ലാ പദ്ധതിയും എഴുതി ഉണ്ടാക്കിയത് അച്ഛനായിരുന്നു. അച്ഛൻ വാട്ടർ അതോറിറ്റി, കേരള വാട്ടർ അതോറിറ്റിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ അച്ഛനാണോ ഈ ഡാൻസും പാട്ടും ഒക്കെ? അത് അമ്മയ്ക്കാണ്. അമ്മ ചേർത്തല തെക്കാടിശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ പള്ളിപ്പുറം ഗോപാലൻ നായർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു കഥകളി ആശാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഗോപാലമ്മയുടെ കഥകളിയൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും സ്ത്രീകളെ പഠിപ്പിക്കില്ല. ആ ആഗ്രഹം മുഴുവൻ അമ്മ ഞങ്ങളിൽ അങ്ങോട്ട് തീർത്ത് 2 പെൺകുട്ടികളെ കിട്ടിയപ്പോ. ചേച്ചിയും ഡാൻസ് ആണ്, ഡാൻസ് സ്കൂളുണ്ട്, ഡാൻസ് ടീച്ചറാണ്. ഓക്കെ, ഇപ്പം അച്ഛനുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഇപ്പൊ മോനായി കഴിഞ്ഞപ്പം നിങ്ങളുടെ ആ ഒരു ഫാമിലി ബോണ്ടിങ് പണ്ട് അച്ഛനെ പോലത്തെ രീതിയിൽ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. ഞാൻ ശ്രീരടുത്ത് ഇടയ്ക്ക് പറയും, എപ്പോഴും നമ്മൾ കൂട്ടായിട്ടിരിക്കണം, എപ്പോഴും സംസാരിക്കണം. വെറുതെ കിട്ടുന്ന സമയം ഇപ്പൊ അവൻ എന്തൊക്കെയൊക്കെയോ ആണ് പറയണത്, നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ പറയും, കിട്ടുന്ന സമയങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കണം. ആ ഒരു ശീലം ഉണ്ടായാലല്ലേ വലുതാവുമ്പോ അവനെല്ലാം നമ്മളോട് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്, രണ്ടുപേരും ഒരേ മേഖലയിലുള്ളവരാണ്, രണ്ടുപേരും 2 ഡിഫറെന്റ് ക്യാരക്ടറുമാണ്. അപ്പൊ ഇതിനിടയിൽ അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. രണ്ടുപേരും ഒരേ കാര്യത്തിൽ 2 രീതിയിലാണ് നോക്കി കാണുന്നത്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ടോ? 2 പേർക്ക് 2 സ്വഭാവം. ഇത് നന്നായി. 2 പേരും കിടന്ന് കലകലകലകലാന്ന് പറഞ്ഞെങ്കിൽ എന്തായാലും അവസ്ഥ. ഒരാൾ സൈലന്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം ശ്രീ എല്ലാ കാര്യങ്ങളും കുറച്ചൊന്നും ഇങ്ങനെ ആലോചിച്ച് ഞാൻ അങ്ങനെയല്ല, പെട്ടെന്ന് എനിക്ക് നടപ്പാക്കണം കാര്യങ്ങൾ. സമയം കളയില്ല. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സമയവും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ശ്രീ എന്താ ചെയ്യാച്ചാൽ അത്തരം കാര്യങ്ങൾ എന്നെ അങ്ങോട്ട് ഏൽപ്പിക്കും. എന്താ പറയണ്ടേ, ഇപ്പൊ എനിക്ക് തോന്നുന്നു പല പ്രോഗ്രാമുകളുടെ പുള്ളിയുടെ മാനേജറായിട്ടൊക്കെ ഞാൻ വർത്താനം പറയും. കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കണല്ലോ, ആലോചിക്കാൻ കുറെ സമയം എടുക്കുമല്ലേ. ഞാൻ തിരിച്ചു വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മറന്നു പോകും, അല്ലെങ്കിൽ അവര് വിളിച്ചെങ്കിൽ ചിലപ്പോ കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത എല്ലാ കാര്യങ്ങളും അങ്ങ് ഡീലാക്കും. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. അതാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഭയങ്കര ചിട്ട വന്നു എന്നൊക്കെ പറയുന്നതാണോ? അതിലൊന്നും വലിയ കാര്യമില്ല. അല്ലെങ്കിലും പുള്ളി ഭയങ്കര ചിട്ടയുള്ള ആളായിരുന്നു. ചിട്ട കുറഞ്ഞെങ്കിലേ ഉള്ളൂ ഇപ്പൊ. വഴി തെറ്റിച്ചു. അതെ. ഓക്കെ, ഈ ഒരു എന്താ പറയാ, വളരെ പെട്ടെന്നാണ് കല്യാണം കഴിക്കാനുള്ള ഡിസിഷനും എടുത്തത് എന്ന് പറയണം. ഇപ്പൊ നമ്മുടെ ഇത്രയും കാലമായിട്ട് അറിയുന്ന വ്യക്തിയാണ്, നമ്മുടെ സുഹൃത്താവുമ്പോൾ നമുക്ക് ആ സുഹൃത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയാം. നല്ല ഗുണങ്ങൾക്കൊപ്പം തന്നെ സുഹൃത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയാം. ആ സമയത്ത് ഇങ്ങനെ അയ്യോ ഇതൊക്കെ ഈ ഒരു സ്വഭാവം എനിക്ക് പ്രശ്നമാവോ എന്നൊക്കെ ആലോചിച്ചില്ലേ?
പ്രശ്നമാവൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്ത് വന്നാലും ഞാൻ അതിനപ്പുറം മറികടക്കും എന്നുള്ളൊരു തീരുമാനം എനിക്ക് എപ്പോഴും എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ അതെല്ലാം മറികടക്കും എന്നുള്ള തീരുമാനം എനിക്കുണ്ട്. അപ്പൊ ഇനി ശ്രീ എന്ത് കാണിച്ചാലും അത് ശരിയാക്കാനായിട്ട് എനിക്ക് പറ്റും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോണത്. അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അത് അത്തരം ഇപ്പൊ എന്റെ വീട്ടിൽ വളർന്ന ഒരാളല്ല പുള്ളി. എന്റെ വീട്ടിൽ തന്നെ വളർന്ന ഞാനും ചേച്ചി രണ്ട് സ്വഭാവമാണ്. ചേച്ചി വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളും ഞാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റുമാണ്. അപ്പോൾ ഒരേ വീട്ടിൽ തന്നെ അങ്ങനത്തെ ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ പിന്നെ ഇങ്ങനെ വേറൊരു വീട്ടിൽ വളർന്ന ആള് എന്നെ പോലെ ആണെന്ന് ഞാൻ ശടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എന്റെ ഇഷ്ടം ഇതാണ്, എനിക്ക് ഇഷ്ടമില്ലാത്തത് ഇതാണ് എന്ന് ഞാൻ തുറന്നു പറയും. അപ്പം മനസ്സിലാവൂലോ, അതാണ് അവിടുത്തെ കാര്യം. അതല്ലാതെ വേറെ മാജിക് പരിപാടികളൊന്നുമില്ല. കരിയറിന്റെ കാര്യത്തിൽ, അതായത് നമ്മൾ എടുക്കുന്ന വർക്കുകൾ, ചെയ്യുന്ന ജോലി കഴിഞ്ഞിട്ടുള്ള ക്രിറ്റിസിസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്? അതുണ്ട്. അത് വളരെ വളരെ എനിക്കത് ഭയങ്കര സപ്പോർട്ടുമാണ്. കാര്യം എനിക്ക് എന്ത് പ്രോഗ്രാം വേണമെങ്കിലും ചെയ്യാൻ ഉള്ള ഇത് പുള്ളി തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇപ്പം നീ എന്തിനാ അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ നീ എന്തിനാണ് ഇത്ര മണിക്ക് ഇവിടെ വരണ്ടേ, അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ ഫീൽഡ് ഇതാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഷൂട്ടായിരിക്കും. അപ്പൊ നമുക്ക് പോവാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കണം. രണ്ടുപേരുടെ സൗകര്യം മാത്രമല്ല, അവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ്. പിന്നെ ഇപ്പൊ മറിമായൊക്കെ കണ്ടിട്ട് എനിക്ക് കൃത്യമായിട്ട് അഭിപ്രായം പറയാറുണ്ട്. അത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല, അങ്ങനെ ചെയ്തു നോക്കൂ, അതെല്ലാം പറയാറുണ്ട്. പിന്നെ ഒന്നിനും എന്നോട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇപ്പൊ എനിക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, ഓസ്കി എന്നാണ് അതിന്റെ പേര്, ഓസ്കി ഡിസൈൻസ് എന്നാണ്. അപ്പൊ അത് ചെയ്യട്ടെ, വേണ്ട നിനക്ക് സമയമില്ലല്ലോ, നീ ചെയ്യേണ്ട, അതല്ല, ചെയ്തോ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ചെയ്തോ, ഓക്കെ അല്ലേ, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല ഒരു കാര്യത്തിനും. ഇപ്പൊ നമ്മള് ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷം പറഞ്ഞില്ല, ഇത്ര നേരം നമ്മൾ അതിനെ പറ്റി ചോദിച്ചിട്ടേ ഇല്ല, പഞ്ചായത്ത് ചട്ടി. പേര് പറയുമ്പോ ചെറിയൊരു ചമ്മലുണ്ട്, എന്നാലും ഒരു ചമ്മലിന്റെ ആവശ്യമില്ല. നമ്മള് എറണാകുളം സൈഡിലുള്ളവർക്കറിയാം, എറണാകുളത്ത് കൂടി പോകുന്ന എല്ലാ ബസ്സുകളിലും എഴുതിയിട്ടുണ്ടാവും ജെട്ടി ജെട്ടി ജെട്ടി, അല്ലെങ്കിൽ അതിലെ കിളി പറയുന്ന ജെട്ടി 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 അല്ലേ, ജെട്ടി മേനക. ജെട്ടി മേനക, ജെട്ടി മേനക തന്നെയല്ലേ പറയാ, അതന്നെയാണത് പഞ്ചായത്ത് ജെട്ടി. അതായത് ഒരു 4 സൈഡും വെള്ളം, അങ്ങനത്തെ ഉള്ളൊരു ഗ്രാമം, അവിടുത്തെ കഥ, അവിടുത്തെ കുറച്ച് ആൾക്കാര്, അതാണ് പഞ്ചായത്ത് ജെട്ടി. കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ മറിമായൻ ടീമിന്റെ ഒപ്പം സിനിമ ചെയ്യുമ്പോൾ ആ ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. എന്താ പറയുക, എനിക്കൊന്ന് കുറെ നാൾ ആഗ്രഹിച്ചതിന് ശേഷമാണ് ഇത് വർക്ക്ഔട്ട് ആയത്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ സിനിമയുടെ ഒരു ഐഡിയ ആദ്യം എങ്ങനെയാ വന്നേ? ആ സിനിമയുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയായിരുന്നില്ല ഇത്. ഞങ്ങളുടെ സലീമക്ക ഒരുപാട് കൗണ്ടറിന്റെ ആളാണ്. എപ്പിസോഡുകൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, അതൊന്നും എഴുതി വെച്ചിട്ടുള്ളതല്ല, പടപടാന്ന് അടിക്കുന്നതാണ്. ഇതുപോലെ പുള്ളി അവിടെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. അപ്പൊ പുള്ളിയുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരുപാട് കഥകളുണ്ട്. അപ്പൊ ഞങ്ങൾ എങ്ങനെ ചിരിക്കും, കാര്യം അങ്ങനത്തെ കഥകളാണ്. അങ്ങനെ ഒരു ദിവസം ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിനിമയ്ക്ക് ചിരിക്കാനുണ്ടാവൂലോ എന്ന് പറഞ്ഞു. അപ്പൊ അത് അങ്ങനെ വെറുതെ കൂട്ടിയാൽ പറ്റില്ലല്ലോ. അപ്പൊ അത് കുറച്ച് അതിൽ എന്താ പറയാ, സിനിമേനെ ഗൗരവമായിട്ട് കാണുന്ന ഒരാൾ മണിയേട്ടനാണ്. അപ്പൊ മണിയേട്ടനും കൂടെ ഇരുന്നിട്ട് എഴുതി അതൊരു സ്ക്രിപ്റ്റായി. അപ്പൊ ഇതിനെ ആരെ കൊണ്ട് ചെയ്യിക്കും എന്ന് പറഞ്ഞ് മലയാളത്തിലുള്ള ഒട്ടുമിക്ക ആദ്യം നമുക്കൊരു പ്രൊഡ്യൂസർ വേണം. അപ്പോൾ ഇതെല്ലാം എഴുതി റെഡി ആയി കഴിഞ്ഞപ്പോൾ എന്താ പറയാ, ഒരു വിളി വന്ന പോലെ പെട്ടെന്നൊരു വിളി വന്നു ഉണ്ണിസാറിന്റെ, ഈ സപ്തതരംഗ് പ്രൊഡക്ഷൻസിന്റെ, നിങ്ങൾക്കൊരു സിനിമ ചെയ്യാൻ പറ്റുമോ? അതൊരു വല്ലാത്ത വിളിയായിരുന്നു. നമ്മൾ ആരും അങ്ങോട്ട് പോയിട്ടുള്ള വിളിയല്ല, അങ്ങനെ ഒരു വിളി വന്നു. ഓക്കെ ചെയ്യാം, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് മണിയേട്ടൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഇത് ആരെ വയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഈ മലയാളത്തിലെ ഏറ്റവും നല്ല യുവനടന്മാരുടെ ഒക്കെ കഥ പറഞ്ഞു. ആർക്കും ഈ അടുത്തൊന്നും ഡേറ്റ് ഇല്ല. അപ്പൊ ഒരുപാട് വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴും സലിമിക്കയുടെ തമാശ രീതി പറഞ്ഞല്ല, 5-6 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഉണ്ടാവുമെന്തോ, ഇപ്പൊ തന്നെ വയസ്സായില്ലേ, നമ്മുടെ സ്ക്രിപ്റ്റ് സിനിമയാവാതെ ഇരുന്നു പോലെ. അപ്പൊ എന്റെയും അങ്ങനെയൊക്കെയുള്ള ഒരു ആലോചനയിൽ അവസാനം പ്രൊഡ്യൂസർ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യേ എന്നുള്ളത്. അത് പുള്ളിയുടെ ഒരു ധൈര്യമായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇതെങ്കിൽ അങ്ങനെ ഒരു സിനിമ ആവട്ടെ എന്നുള്ള രീതിയിൽ സിനിമയാവുന്നു. ജൂലൈ 26-ന് തിയേറ്ററിൽ വരുന്നു. അത് എപ്പോഴും നമ്മൾ പറയുന്ന ഇതാണ്, ഇപ്പൊ മറിമായത്തിനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അത് തന്നെയാണ് നമ്മുടെ നിലനിൽപ്പ്.
ഒരു സിനിമാ പാരമ്പര്യം ഒന്നുമില്ലാതെ നമ്മൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്, ഒരു ടീം. നമുക്ക് ആർക്കും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പൊ അത് എന്തുകൊണ്ട് നമ്മൾ വന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മളെ കാണുന്ന പ്രേക്ഷകരെ വിശ്വസിച്ചിട്ട് മാത്രമാണ്. കാര്യം നമ്മൾ പല പരിപാടികൾക്കും പല സ്ഥലത്ത് പോകുമ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്തേ നിങ്ങളുടെ സിനിമ വരുന്നില്ല, നിങ്ങൾ എന്താ സിനിമയിൽ വരാത്തത്. അതുകൊണ്ടൊരു കാര്യം, നമ്മൾ കാത്തിരുന്നിട്ട് ആര് സിനിമയിലിട്ട് വിളിക്കണമില്ല. ആണോ? കോള് വന്നിട്ടില്ല നിങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു മറിമായത്തിന്റെ ഒരു കോൺസെപ്റ്റ് പൊളിറ്റിക്കൽ സെറ്റർ സോഷ്യൽ സെറ്ററിൽ ചെയ്യാം എന്നുള്ളത്? ഇല്ല, വളരെ റെയറാണ്.